2012 അഖിൽ ജോസഫ് ആദ്യമായി എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ ഒരു ഫുട്ബോളറും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ പുള്ളിക്ക് പെട്ടെന്ന് ഒരു നീരും യൂറിനിലൊരു കളർ വ്യത്യാസമൊക്കെ വന്നു. എന്തുകൊണ്ട് ഈ പ്രായത്തിൽ കിഡ്നിയിൽ ഇങ്ങനെ നീര് വരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി കിഡ്നി ബയോപ്സി എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ബയോപ്സിയിലാണ് അദ്ദേഹത്തിൻ്റെ രോഗം IgA നെഫ്രോപ്പതി എന്നുള്ളൊരു രോഗം ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഒരു 17-18 വയസ്സുള്ള ഒരാൾക്ക് നമ്മൾ ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധാരണ അഡ്വൈസ് ചെയ്യാറില്ല. അപ്പോൾ ഏറ്റവും ഉത്തമമായ ചികിത്സ സമയത്തുള്ള കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ ഒരു വൃക്ക ദാനം ചെയ്യാനായിട്ട് മുമ്പോട്ട് വരികയാണ്. അപ്പോൾ ഒരു വൃക്ക ദാതാവിനും കുറേയധികം ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമല്ല, മറ്റ് പല ഘടകങ്ങളും നോക്കും. ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, മറ്റ് അവയവങ്ങളുടെ ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ കാർഡിയാക് ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ ഒക്കെ നോക്കിയിട്ട് ആളെ ഒരു ദാതാവായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആ വളരെയധികം ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് അഖിലിൻ്റെ അമ്മ ഒരു വൃക്കദാതാവായി മുമ്പോട്ട് വരികയും ഞാൻ 2013-31 ഡിസംബറിലാണ് ട്രാൻസ്പ്ലാന്റ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ആദ്യം കുറേ നാൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസീവ് മെഡിസിൻസ് കഴിക്കണം. ഏകദേശം 6 മാസത്തിന് ശേഷം അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി പോകുന്നതാണ്. എന്നിരുന്നാലും ഈ ഇമ്മ്യൂണോസപ്രസീവ് മെഡിസിൻ റെഗുലറായിട്ട് കഴിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ തുടർന്ന് അവരും സ്വാഭാവികമായും പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് മടങ്ങും. പക്ഷെ എന്നാൽ തന്നെ വളരെ ചുരുക്കം ചിലർക്ക് ഈ ആദ്യത്തെ അസുഖം പുതിയ കിഡ്നിയിലും വരാനുള്ള സാധ്യതയുണ്ട്. അഖിലിനെ സംബന്ധിച്ചോളം അതും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഏകദേശം ഒരു 10 മാസം മുമ്പ് വരെ പുള്ളിക്കൊരു രണ്ടാമതൊരു ഇൻഫെക്ഷൻ വന്നു. അതൊരു ലിവറിനെ ബാധിച്ചൊരു ഇൻഫെക്ഷൻ കിഡ്നിയിലേക്കും വന്നു. അപ്പോൾ വീണ്ടും ഡയാലിസിലേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഡയാലിസിൽ രണ്ടാമത് നിന്നപ്പോഴാണ് നമ്മളൊരു മറ്റൊരു ട്രാൻസ്പ്ലാന്റിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇദ്ദേഹം നേരത്തെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു കാഡവർ ഡൊണേഷനായിട്ട്. അപ്പോൾ ഈ ഡിസീസ് ഡോണർ വന്നപ്പോൾ അഖിലിനെ ടെസ്റ്റ് ചെയ്ത് അവർ തമ്മിൽ മാച്ചിങ് ആയിരുന്നു. ആ ഓർഗനും അഖിലിൻ്റെ രക്തത്തിലെ സാമ്പിൾസും ഒക്കെ മാച്ചിങ് ആയ കാരണം അഖിലിനെ കിഡ്നി മാറ്റി വെച്ചു. സോ October 23 രാവിലെ നമ്മുടെ കെഡാവർ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്ററിൻ്റെ ഒരു കോൾ ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു പ്രോസ്പെക്റ്റീവ് ഡിസീസ് ഡോണർ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ട്, നമ്മളുടെ സൈഡിൽ നിന്നുള്ള സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് തന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു റെഗുലർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന സമയമായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ ബാക്കി സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കി. ആൻഡ് ഇപ്പം അതൊരു കെഡാവർ റിട്രീവൽ, അവിടെ നിന്ന് ഓർഗൻ റിട്രീവ് ചെയ്ത് അതവിടെ പെർഫ്യൂസ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്താനൊരു സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്ത് അതനുസരിച്ച് നമ്മുടെ അഖിലിൻ്റെ സർജറി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കിഡ്നി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പെർഫ്യൂഷൻ പ്രോസസ്സ് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അഖിലിൻ്റെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കണം കിഡ്നി. അപ്പം ആ ഒരു പ്ലാനിങ് അതിനകത്തുണ്ട്. അപ്പം അതെല്ലാം നമ്മളെല്ലാം പ്രോപ്പറായിട്ടെല്ലാം കോർഡിനേറ്റ് ചെയ്തു. അതനുസരിച്ചിട്ട് നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഏകദേശം ഒരു 1:30 to 2 o'clock ആകുമ്പോൾ വെളുപ്പിനെ നമുക്കിവിടെ കിഡ്നി അറൈവ് ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കാൽക്കുലേഷൻ. അതനുസരിച്ച് അഖിലിൻ്റെ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അഖിലിൻ്റെ സർജറീസ് സ്റ്റാർട്ട് ചെയ്തു. കെഡാവർ കിഡ്നി വന്നു. അത് ഒരു പെർട്ടിക്കുലർ മരുന്നുകൾ വെച്ച് പെർഫ്യൂസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ എത്തിക്കുക. ഇവിടെ വന്ന ശേഷം ബാക്കി പെർഫ്യൂഷൻ നടത്തി ആ കിഡ്നി അഖിലിൻ്റെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കാവുന്ന രീതിയിൽ വേണ്ടാത്ത ടിഷ്യൂസൊക്കെ മാറ്റി വെച്ച് പിടിപ്പിക്കാവുന്ന രീതിയിലേക്ക് കുറച്ചുകൂടെ ഒന്ന് പാകപ്പെടുത്തി എടുത്ത ശേഷം അത് അഖിലിൻ്റെ ശരീരത്തിലേക്ക് നമ്മൾ വെച്ച് പിടിപ്പിക്കുമായിരുന്നു. ഏകദേശം വെളുപ്പിനെ ഒരു 5 മണി 5:30 കൂടിയിട്ട് അഖിലിൻ്റെ സർജറി കഴിഞ്ഞു. ആൻഡ് ഹി വാസ് ഷിഫ്റ്റഡ് ടു ദ ICU. സർജറിക്ക് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു നോർമൽ കിഡ്നി ഒരു ലൈവ് ഡോണറിൽ എക്സ്പെക്ട് ചെയ്യണ പോലെ തന്നെ ഏകദേശം റിസൾട്ട്സൊക്കെ അതുപോലെ തന്നെയായിരുന്നു. നമുക്ക് വലിയ അധികം ഹിക്കപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. സർജിക്കലി നമുക്കെല്ലാം വളരെ സ്ട്രേറ്റ് ഫോർവേഡ് സിറ്റുവേഷൻ ആയിരുന്നു. ഓൺലി തിങ് റൈറ്റ് കിഡ്നിയാണ് നമുക്ക് അഖിലിന് വെക്കാൻ കിട്ടിയത്. റൈറ്റ് കിഡ്നി നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ സർജിക്കലി കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ വെയിൻ ലെങ്ത് കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് മുൻകരുതലെടുത്ത് വേണം നമ്മളതിൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് എവറിത്തിങ് വെൻ ഫൈൻ. ഇപ്പം അഖിലിൻ്റെ കേസിൽ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റിൽ ചെയ്തപ്പോൾ, അതായത് 2013 ചെയ്യുമ്പോൾ പഴയ 2 കിഡ്നീസ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മൂന്നാമതൊരു കിഡ്നി, പുതിയൊരു കിഡ്നി, മദറിൻ്റെ കിഡ്നി അന്ന് വെച്ച് പിടിപ്പിക്കുക ചെയ്തത്. നമ്മളിപ്പോൾ ആ 3 കിഡ്നീനെയും ഒന്നും ചെയ്തിട്ടില്ല. അതുകൂടാതെ പുതിയൊരു കിഡ്നി, 4മതൊരു കിഡ്നിയാണ് കെഡാവർ കിഡ്നി ഇപ്പോൾ അഖിലിൻ്റെ ശരീരത്തിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ 1 മാസമായിട്ട് അദ്ദേഹം കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇത് തുടർന്നും കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ
സ്ക്രൂണിയും ഫോളോ അപ്പ് ഒക്കെ വേണ്ടി വരും. മെഡിക്കലി ഇതൊക്കെ ആയിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു.